നമ്മൾ സമയത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് മരിക്കുമ്പോഴാണ്. മരണത്തെ മുന്നിൽ കാണുമ്പോഴാണ് സമയം വിലപ്പെട്ടതാകുന്നത്. അതുകൊണ്ടാണ് ഒരാൾ മരണപ്പെട്ടെന്ന് കേൾക്കുമ്പോഴേ നാം പുസ്തകമെടുത്ത് കട്ടിലിന് ചുറ്റുമിരുന്ന് വലിയ വായിലെ പാടുന്നത് സമയമാം രഥത്തിൽ ഞാൻ. നിങ്ങൾ ഈ വൃത്തികെട്ട പാട്ടൊന്നും സന്ധ്യയ്ക്ക് പാടത്തില്ലെന്നല്ല എന്നോടിപ്പോൾ പറയുക. ചേട്ടത്തി നീ പാടിയാലും മരിക്കും, പാടിയില്ലേലും മരിക്കും. നാഗൽ സാഹിബ് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനം എഴുതിയ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. സമയം ഒരു രഥമാണ്. 90കളിലും 80കളിലും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ചിന്ത. ബാലചന്ദ്രമേനോൻ്റെ ആദ്യത്തെ സിനിമകളിലൊന്നിലാണെന്നാണ് എൻ്റെ ഓർമ്മ. സമയരഥങ്ങളിൽ ഞങ്ങൾ മറുകര തേടുന്നു, സകലത്തിനും പൊരുളേ നീ കാത്തരുളേണമേ. സമയരഥങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് മനുഷ്യനെന്ന്. പക്ഷെ നമ്മുടെ ന്യൂജൻ പിള്ളേർ സമയത്തെക്കുറിച്ച് ഇപ്പം പാടുന്നത് അങ്ങനെയല്ല. സമയമേ നീ ഒഴുകി നീങ്ങാതിവിടെ മതിവരെ നിന്നു തരൂ, നിറയുക സിരകളിൽ അനുപമ ലഹരികളെ, പകലിലേറെ അഴകുമായി വരുമൊരു അതിശയ രാവു തരൂ, സുഖമിതു മറയരുതൊരിയൊരു പിറവി വരെ എന്ന് വെച്ചാൽ അടിച്ചു പൊളിക്കണം, സമയവും പോകാണ്ട് നിൽക്കട്ടെ എന്നാണ്. കാലം ഇങ്ങനെ സമയത്തെ കാണുന്നത് പല മാനദണ്ഡങ്ങളിലാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഈ പുസ്തകം ഇങ്ങനെ തുറന്നിട്ട് സമയം എന്നൊരൊറ്റ വാക്കിനെ 3 തരത്തിലാണ് നമ്മൾ കാണുക. 3 തരത്തിലുള്ള സമയങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. അത് 3 ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ഇ എന്നതിൽ ആരംഭിക്കുന്നു, മലയാളത്തിൽ പ്ര എന്ന വാക്കിൽ ആരംഭിക്കുന്നു എന്നുകൂടെ പറയാം. ഒരു ശ്രദ്ധ കൂടുതൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. 3 തരത്തിലുള്ള സമയത്തെക്കുറിച്ച് നമുക്ക് ഒരു ഓർമ്മ വേണം എന്നുള്ളതാണ്. ഒന്നാമത്തത് എസ്റ്റിമേറ്റഡ് ടൈം എന്നതാണ്. പ്രതീക്ഷിക്കുന്ന സമയം. ഒന്ന് പറയാം, ഒന്ന് ഉറക്കെ പറയാമോ? പ്രതീക്ഷിക്കുന്ന സമയം, എസ്റ്റിമേറ്റഡ് ടൈം. നമ്മുടെ ജീവിതത്തിൽ ഒരു 80% കാര്യങ്ങൾ നടക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ജീവിതത്തിൽ ചോദിച്ചിട്ട് കിട്ടിയതാണോ ചോദിക്കാണ്ട് കിട്ടിയതാണോ കൂടുതൽ? നിങ്ങളൊന്നും മിണ്ടുന്ന മനുഷ്യരല്ല. ചോദിച്ചിട്ട് കിട്ടിയതാണോ ചോദിക്കാതെ കിട്ടിയതാണോ? ചോദിക്കാതെ കിട്ടിയതാണ് 90%. ചോദിക്കാതെ കിട്ടിയത് ഈ ജീവൻ, ഈ പ്രാണൻ, ഈ ശ്വാസം, ഈ ശരീരം, ഈ ആത്മാവ്, ഈ മക്കൾ, നമ്മുടെ കെട്ടിയോൻ കെട്ടിയോള് കൊണ്ട് തന്നതല്ലേ. ഇങ്ങനെ എന്തെല്ലാം ചോദിക്കാതെ കിട്ടി. ചോദിച്ചിട്ട് കിട്ടിയതോ ആ 10A+, നല്ലൊരു പരീക്ഷയുടെ റിസൾട്ട്, ആ ഇൻ്റർവ്യൂ പാസ്സായത്, ഒരു ജോലി കിട്ടിയത്, സമയത്തൊരു വീട് വയ്ക്കാൻ പറ്റിയത്, ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണെന്ന് പറയാം. ഈ ചോദിച്ചിട്ട് കിട്ടിയതും ചോദിക്കാണ്ട് കിട്ടിയതും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒറ്റ കാര്യമുള്ളൂ, ചോദിക്കാതെ കിട്ടിയതിനൊന്നും സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല, പകരം ഇല്ല. ചോദിച്ചിട്ട് കിട്ടിയതിന് പകരമുണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതായത് ചോദിക്കാതെ കിട്ടിയ ഈ ശ്വാസത്തിന് പകരമില്ല, ഈ ജീവന് പകരമില്ല, ഈ പ്രാണന് പകരമില്ല, ഈ ജീവിതത്തിന് പകരമില്ല, ഈ ശരീരത്തിന് പകരമില്ല, ശരീരത്തിലെ 80 അവയവങ്ങൾക്കും പകരമില്ല. ചോദിക്കാണ്ട് കിട്ടിയതിനൊന്നും പകരമില്ല. പക്ഷെ ചോദിച്ചിട്ട് കിട്ടിയ ആ 10A+ന് പകരമുണ്ട്. ഈ പരീക്ഷ അല്ലെങ്കിൽ മറ്റൊരു പരീക്ഷ, ആ ഇൻ്റർവ്യൂ ഇതല്ലെങ്കിൽ മറ്റൊരു ഇൻ്റർവ്യൂ, ആ കൊച്ചു വീട് വയ്ക്കാൻ പറ്റിയത് ഇപ്പോഴല്ലെങ്കിൽ വേറൊരു സമയത്ത്. ചങ്ങാതി, ചോദിച്ചിട്ട് നാം ദൈവത്തിൽ നിന്ന് കിട്ടിയതിനൊക്കെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്നുള്ളതാണ്. ചോദിക്കാതെ കിട്ടിയതിന് അതില്ല. നാം പ്രതീക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ വരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെയൊക്കെ ആഗ്രഹം ജീവിതം ഇങ്ങനെ ചിട്ടപ്പടി നടക്കണമെന്നാണ്. ഘടികാരങ്ങളുടെ സൂചിക്കൊത്ത് ചലിക്കുന്ന മനുഷ്യരുണ്ട്, ഇവിടെയും കാണും. ചിലരെ കണ്ടാൽ ക്ലോക്കിന് കീ കൊടുക്കാം. ചിലരുടെ ജീവിതത്തിൽ
സമയമെന്ന് പറയുന്നതിന് തൊട്ട് തീണ്ടിയിട്ടുണ്ടാവില്ല. എടുത്തു പറയാൻ ഒരാൾ ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതിന് മരിക്കാൻ മാത്രമാണ് അദ്ദേഹം 10 മിനിറ്റ് താമസിച്ചതെന്ന് പറയും. മരിക്കാൻ മാത്രം. ഏതാണ്ട് 79 വയസ്സിൽ ആ വൃദ്ധൻ, അജ്ഞാനവൃദ്ധൻ മരിക്കുമ്പോൾ അവസാന ദിവസം പോലും ഒരു സ്റ്റഡി മെറ്റീരിയലാണ്. ഗാന്ധിജിയുടെ ജീവിതത്തിൻ്റെ അവസാന ദിവസത്തിലും അദ്ദേഹം എഴുന്നേറ്റത് രാവിലെ 3:30 ഒരു 3:45 വരെ പ്രഭാതകൃത്യങ്ങൾ, അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥന കുറേ നേരം, 4 മണി 4:15 ശേഷം തലേന്ന് വന്ന കത്തുകൾക്ക് മറുപടി എഴുതുന്നു, 6 മണി വരെ അത്രയും സമയം. അത് കഴിഞ്ഞ് ഒരു ഗ്ലാസ് ആട്ടിൻപാലോ മറ്റോ പ്രാതലായി കഴിച്ചിട്ട് പിന്നെ കോൺഗ്രസിൻ്റെ അക്കാലത്ത് ഭരണഘടനയുടെ നക്കൽ തിരുത്തുന്ന കർമ്മത്തിലേക്ക് മണിക്കൂറുകൾ കടന്നു പോകുന്നു. ഉച്ചയ്ക്ക് ഇത്തിരി ആട്ടിൻ സൂപ്പോ ചെറിയൊരു ഭക്ഷണത്തിൻ്റെ ഒരു നൂൺമീൽ. ഉച്ച കഴിഞ്ഞ് സർദാർ വല്ലഭായ് പട്ടേൽ എത്തുന്നു. അദ്ദേഹവുമായി സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ദീർഘമായ ചർച്ച. ഏകദേശം 5 മണി. ഗാന്ധിജിക്ക് ഒരു പ്രത്യേകതയുണ്ട്. വൈകുന്നേരം 5 മണിക്ക് താൻ പാർക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ബിർളാ മന്ദിരത്തിൻ്റെ പടിക്കെട്ടുകൾ ഇറങ്ങി നടന്ന് കൽപ്പടവുകൾ ഇറങ്ങി പ്രാർത്ഥിക്കാനൊരു യാത്രയുണ്ട്. അതൊരു സർവ്വമത പ്രാർത്ഥനയാണ്. ഒത്തിരി പേര് വരും. 5 മണിക്ക് ഇറങ്ങും. 10 മിനിറ്റ് നടക്കാനുള്ളതുണ്ട്. പക്ഷെ അന്ന് 5 മണിയായിട്ടും ഗാന്ധിജി എഴുന്നേറ്റില്ല. സമയം തെറ്റുന്നു. 5:03, 5:05 ഇങ്ങനെ സമയം പോകുമ്പോൾ കൂടെയുള്ള മനുവും ആഭയും തോഴിമാർ ഒരാൾ വാച്ച് ഉയർത്തി കാണിക്കുന്നു. 5:05 കഴിഞ്ഞിട്ടുണ്ട്. ഗാന്ധിജി തിരക്കിട്ട് ചർച്ചകൾ അവസാനിപ്പിച്ച് എഴുന്നേറ്റ് ആ വൃദ്ധൻ ഈ 2 പേരുടെയും തോളിൽ കൈയമർത്തി മെല്ലെ പടവുകളിലൂടെ കൽപ്പടവുകൾ ഇറങ്ങി പ്രാർത്ഥനാ മന്ദിരത്തിലേക്ക് വരികയാണ്. സമയം 5:07. പ്രാർത്ഥനാ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ധാരാളം ആളുകൾ ഇരുവശത്തും കൂടി നിന്ന് ഗാന്ധിജിയെ നമസ്കരിക്കുന്നു, വണങ്ങുന്നു. അതിലൊരാൾ നാഥുറാം വിനായക് ഗോഡ്സെ തൻ്റെ മാറിൽ ഒളിപ്പിച്ച ഒരു പുഞ്ചിരിയിൽ ഒളിപ്പിച്ച വഞ്ചനയുടെ മുഖപത്രവുമായി തൻ്റെ കീശയിൽ നിന്നൊരു റിവോൾവർ എടുത്ത് ആ വൃദ്ധൻ്റെ നെഞ്ചിൻ കൂട് തകർക്കത്തണ്ണം നിറയൊഴിക്കുമ്പോൾ അവസാനമായി രാമനാമം ഉച്ചരിച്ചുകൊണ്ട് ആ മണ്ണിൽ പിടഞ്ഞു വീഴുന്നൊരു ഗാന്ധിജിയുണ്ട്. സമയത്ത് എന്ന് പറയുന്നൊരു 5 മണിക്കാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹം 5:07 മരിച്ചേനെ. പക്ഷെ ഇന്ന് 5:17 മരിച്ചത്. മരിക്കാൻ മാത്രം 10 മിനിറ്റ് താമസിച്ചു. വളരെ കൃത്യമായി പറയാറുണ്ട്, ഇന്ത്യയുടെ ഘടികാര നിലച്ചു പോയത് 5:17 അന്ന്. നാം ഇനിയും കീ കൊടുത്തിട്ടില്ല. വന്നവരെ എല്ലാവരും കണ്ടെങ്കിൽ എന്നെ നോക്കിക്കാട്ടെ. എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. ഈ ഓൺലൈനൊക്കെ ഉണ്ട്. നിങ്ങൾക്കാണ് നാണക്കേട്, പുലിയൂക്കാർക്കാണ്. എനിക്കൊരു നാണക്കേടും ഇല്ല. അതുകൊണ്ട് ദയവായിട്ട് എന്നെ ശ്രദ്ധിച്ചാട്ടെ. അപ്പം ഈ ഗാന്ധിജി അല്ലെങ്കിൽ EMS വാച്ചിന് പേടിയായിരുന്നു എന്നാണ്. ആൻ്റണി വാച്ച് കെട്ടില്ലായിരുന്നത്രേ, പക്ഷെ സമയം കൃത്യമായിരുന്നു. ചില മനുഷ്യരൊക്കെ അങ്ങനെയാണ്. പക്ഷെ മലയാളി നേരത്തെ വന്ന് മറ്റുള്ളവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന അനുഭവമാണ് പലപ്പോഴും ഉള്ളത്. സമയം കൃത്യമായി ജീവിതത്തിൽ സൂക്ഷിക്കുന്നവരുണ്ട്. നാം സമയത്തെ കാണുന്ന പ്രതീക്ഷിക്കുന്ന സമയത്തെല്ലാം നടക്കണം. ജീവിതത്തിൻ്റെ ഭാഗ്യ നിർഭാഗ്യങ്ങളെ നാം കെട്ടിയിടുന്നത് സൂചിപ്പിക്കുന്നത് സമയമെന്ന വാക്കിലാണ്. പൂവ് വിരിയാനൊരു സമയമുണ്ട്, വിവാഹം കഴിക്കാനൊരു സമയമുണ്ട്, വിത്ത് കിളിർക്കാനൊരു സമയമുണ്ട്, മക്കൾ ഉണ്ടാകാനൊരു സമയമുണ്ട്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് തക്ക സമയത്ത് കിട്ടുന്ന ഉത്തരങ്ങളാണ്, പ്രതീക്ഷിക്കുന്ന സമയം. എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും എനിക്കും ജീവിതത്തിൽ ഭൂരിഭാഗം അനുഗ്രഹങ്ങളും കിട്ടിയത് നാം ചോദിക്കാണ്ടിഞ്ഞിട്ടാണ്. ഇന്ന് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മളായത് മുട്ടിന്മേൽ കിടന്ന് ദീർഘകാലം ഉപവസിച്ചിട്ടൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിലേക്ക് തക്ക സമയത്ത് പൊഴിഞ്ഞു വീണ ചില തേനനുഭവങ്ങൾ കൊണ്ടാണ് ജീവിതം ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത്. നാം ഈ രാത്രി സമയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഓർക്കേണ്ട ഒന്നാമത്തെ ടൈം എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് ടൈം, അഥവാ പ്രതീക്ഷിക്കുന്ന സമയം, തക്ക സമയം. ഹഗാറിൻ്റെ നിലവിളിയിൽ തക്ക സമയത്ത് ഉത്തരം കൊടുത്ത ഒരു ദൈവമുണ്ട്. പൊട്ടക്കിണറ്റിൽ തക്ക സമയത്ത് പ്രവർത്തിച്ച ഒരു ദൈവമുണ്ട്. ശമരിയക്കാരൻ്റെ ഉപമയിൽ തക്ക സമയത്ത് ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട്. ബൈബിളിൽ ഏറ്റവും പ്രകാശമുള്ള വാക്കുകളിൽ ഒന്നാണ് അറ്റ് ദ സെറ്റ് ടൈം. നമ്മൾ എടുത്ത വാക്യത്തിലും അത് തന്നെയാണ്, സമയം, തക്ക സമയം. പ്രിയപ്പെട്ടവരെ, ഇത് നാം ഈ രാത്രി ചിന്തിക്കാം. ഇന്ന് രാത്രി ഈ ഒരു
പ്രതീക്ഷിക്കുന്ന സമയത്തെ നമ്മൾ ധ്യാനിക്കാം. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ ഒട്ടുമിക്ക കാര്യങ്ങളും അദ്ദേഹത്തിന് കിട്ടിയത് പ്രതീക്ഷിച്ച സമയത്താണ്. പക്ഷെ കിട്ടാണ്ട് പോയ ഒത്തിരി കാര്യങ്ങളാണ്. ശലോമോന് ബൈബിളിൽ ഏറ്റവും സുഖിച്ച മനുഷ്യനാണ്, ഏറ്റവും സുഖിച്ചു പൊളച്ച മനുഷ്യനാണ്. 800 കല്യാണം കഴിച്ചു എന്നൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. എനിക്കറിയാൻ പാടില്ല. ചില ആണുങ്ങൾ എന്നെ ഇത് അവിടെ നിന്ന് തുറച്ചു നോക്കുന്നുണ്ട്. 800 അതാണോ സുഖം? ഒരെണ്ണത്തിനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പാട്. ദന്തഗോപുരങ്ങൾ, മണിമാളികകൾ, ആനക്കൊമ്പുകളുള്ള കൊട്ടാരങ്ങൾ. ശലോമോൻ എല്ലാം തക്ക സമയത്ത് കിട്ടിയ ഒരാളാണ്. ഇത്തിരി സങ്കടമൊന്നും അയാൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ അവസാന നാളുകളിൽ ആ മനുഷ്യൻ എഴുതുന്ന കുറിപ്പ് ഇങ്ങനെയാണ് സഭാപ്രസംഗയിൽ: ഹാ മായ, സകലതും എല്ലാം തക്ക സമയത്ത് കിട്ടിയിട്ടും നിരാശയോടെ ജീവിക്കുന്നവരുണ്ട്. മാർത്തയും മറിയയും ലാസറിൻ്റെ മരണത്തിൽ യേശു വന്നപ്പോൾ പറഞ്ഞത്, ഇന്ന് വന്നതുകൊണ്ട് കാര്യമില്ല, തക്ക സമയം കഴിഞ്ഞുപോയി, ഇത് 4-ാം ദിനമാണ്, നാറ്റം വെച്ച് കാണും എന്നാണ് അവർ പറഞ്ഞത്. യഹൂദൻ്റെ പാരമ്പര്യത്തിൽ 3-ാം ദിവസമാണ് അത്ഭുതങ്ങൾ നടക്കുക. കനാവിൽ 3-ാം ദിവസം ഒരു കല്യാണം. ഇസഹാക്കിനെയും കൊണ്ട് അബ്രഹാം പോയത് 3-ാം ദിവസമാണ് അത്ഭുതം നടന്നത്. എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഉപവാസം 3-ാം ദിവസമാണ്. യേശു മരണപ്പെട്ടിട്ട് ഉയർത്തെഴുന്നേറ്റത് 3-ാം ദിവസമാണ്. തേർഡ് ഡേ എന്ന് പറയുന്നൊരു അത്ഭുതങ്ങളുടെ ദിവസമാണ്. മാർത്ത പറഞ്ഞു, എൻ്റെ കർത്താവെ, ഒരു മക്കളിലപ്പനൊക്കെ ചൊല്ലിയിട്ട് ഇത്തിരി ഇഡ്ഡലിയും സാമ്പാറും ഒരു ഉഴുന്നുവടയും കഴിച്ചിട്ട് പിരിയാം. ബിക്കോസ് ദിസ് ഇസ് ദ 4th ഡേ, ഇത് 4-ാം ദിവസമാണ്, സമയം കഴിഞ്ഞുപോയി. പ്രതീക്ഷിക്കാത്തത് ജീവിതത്തിൽ നടക്കുമ്പോൾ സമയം കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞ 2 പെണ്ണുങ്ങളുടെ, സ്ത്രീകളുടെ പേരാണ് മാർത്തയും എന്താണ് 4-ാം ദിനം. ഒരുപക്ഷെ ഇന്ന് ഈ പെരുന്നാളിൽ എന്നെ കേൾക്കുന്ന ചിലരെങ്കിലും ഒരു 4th ഡേയിലായിരിക്കാം. എത്ര പ്രാർത്ഥിച്ചിട്ടും സമയം കഴിഞ്ഞുപോയി എന്ന് തോന്നാറുണ്ട്. എത്ര പെരുന്നാളുകളായി ചിലത് ചോദിക്കുന്നു നാം. എത്ര നാളുകളായി ഇവിടെ വന്ന് മുട്ടിപ്പായിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് ചിലത് നമുക്ക് കിട്ടാത്തത്? നാം ഇപ്പോൾ പറയുന്നുണ്ടോ സമയം കഴിഞ്ഞുപോയി എന്ന്? ഞാൻ ഇനി പറയുന്ന 1 മിനിറ്റ് എൻ്റെ ശ്രോതാക്കൾ എന്നെ സർവം മറന്ന് കേൾക്കണം. പ്രാർത്ഥന തടസ്സങ്ങളെ മാറ്റും, നിശ്ചയങ്ങളെ മാറ്റില്ല. ശ്രദ്ധിക്കൂ. പ്രാർത്ഥന തടസ്സങ്ങളെ മാറ്റും, നിശ്ചയങ്ങളെ. നമ്മുടെ ജീവിതത്തിൽ ഇത് രണ്ടും ഉണ്ട്. ചില കാര്യങ്ങൾ നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു, ചില തടസ്സമാണ്. അത് പ്രാർത്ഥിച്ചു ചിലപ്പോൾ മാറും. നിശ്ചയമാണെങ്കിൽ മാറുകയല്ല. മനസ്സിലാവുന്നുണ്ടോ? ഉദാഹരണം, നിങ്ങൾ കുറേ നാളായി നിങ്ങളുടെ ഒരു പ്രശ്നത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു. അതൊരു തടസ്സമാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാറും. 38 വർഷം ബത്സൈദ കുളക്കരയിൽ കിടന്ന മനുഷ്യൻ്റെ മുന്നിൽ ആ പ്രയാസം ഉണ്ടല്ലോ, അയാൾ വിചാരിച്ചത് ഇത് നിശ്ചയമാണ്, എൻ്റെ വിധിയാണ് എന്നാണ്. 38ാമത്തെ വർഷം അത് മാറി. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇത് വിധിയല്ല, പദ്ധതിയാണ്. തടസ്സം മാറും, നിശ്ചയം. ചില കാര്യങ്ങൾ നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു നോക്കുക, എത്ര പെരുന്നാൾ കൂടിയാലും ആ വിഷയത്തിന് പരിഹാരം കാണത്തില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. കാരണം ഇന്നത്തെ സുവിശേഷം എന്ന് പറയുന്നത് ഈ പ്രോസ്പിരിറ്റിയുടെ സുവിശേഷമാണ്. എല്ലാം കിട്ടും, എല്ലാത്തിനും ഉത്തരം ഉണ്ടെന്നാണ്. എൻ്റെ പൊന്നു ചങ്ങാതി, എല്ലാത്തിനും ഒന്നും ഉത്തരമില്ല. എല്ലാത്തിനും ഉത്തരമുണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന പുസ്തകവുമല്ലിത്. ജീവിക്കാൻ ഒരു തരത്തിലും കൊള്ളാത്ത പുസ്തകമാണിത്. ജീവിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ സോഷ്യൽ സ്റ്റഡീസോ ജോഗ്രഫിയോ സയൻസോ ഒക്കെ പഠിക്കട്ടെ, അതുകൊണ്ട് ജീവിക്കാം. പക്ഷെ ഈ പുസ്തകം അതിജീവിക്കാൻ മാത്രം കൊള്ളാവുന്ന പുസ്തകമാണ്. നോട്ട് ഹെൽപ്പ് ടു ലിവ്, ഇറ്റ് ഹെൽപ്പ് ടു സർവൈവ്. അതിജീവിക്കാൻ കൊള്ളാവുന്ന പുസ്തകമാണ്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബാഗിലിരിക്കുന്ന ഒരു പുസ്തകവും സർവൈവ് ചെയ്യാൻ കൊള്ളില്ല. ജീവിക്കാനേ കൊള്ളാവൂ, അതിജീവിക്കാൻ കൊള്ളത്തില്ല. ഒരു ജോഗ്രഫി പുസ്തകം തുറന്നു വെച്ചും ജീവിതത്തിൻ്റെ പ്രതിസന്ധി അതിജീവിക്കാൻ പറ്റില്ല. ഒരു ശാസ്ത്ര മാസികയും തുറന്നു വെച്ചും ജീവിതത്തിൻ്റെ പ്രതിസന്ധിയെ അതിജീവിക്കാൻ പറ്റില്ല. അതിന് ഇത് വേണം. ചില തടസ്സങ്ങളാണെങ്കിൽ മാറും, ചില നിശ്ചയങ്ങൾ മാറില്ല. നമ്മൾ എത്ര കാലം പ്രാർത്ഥിച്ചാലും നമ്മൾ ചോദിക്കും, ദൈവമേ നിനക്ക് കണ്ണില്ലേ, എന്താ ഇത് മാറാത്തത്? അപ്പോൾ നമ്മൾ പറയും ദൈവം ഇല്ല, ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനൊന്നും
പറ്റത്തില്ല. അതിൻ്റെ പ്രശ്നം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നടക്കാത്ത ചില കാര്യങ്ങൾ തടസ്സമാണോ നിശ്ചയമാണോ എന്ന് നമുക്ക് നമ്മുടെ പൊരട്ട ബുദ്ധിയിൽ അറിയാൻ പറ്റില്ല. മുന്നമേ മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ തലയെങ്കിലും വെറുതെ കുലുക്കിക്കോളൂ, പെരുന്നാളല്ലേ. നമ്മുടെ കൊച്ചു ബുദ്ധിയിൽ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം പിന്നെ എന്തു ചെയ്യും? പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, വേറെ വഴിയില്ല. തടസ്സമാണെങ്കിൽ, അതൊരു ഒബ്സ്റ്റക്കിളാണെങ്കിൽ മാറിപ്പോകും. ഒരു ഡിസിഷനാണെങ്കിൽ മാറത്തില്ല. അതിൻ്റെ കുഞ്ഞിൻ്റെ രോഗമാകാം, വീട്ടിൻ്റെ ഒരു പ്രതിസന്ധിയാകാം, കഴിഞ്ഞ 23 വർഷമായിട്ട് വീട്ടിനകത്ത് നീ അനുഭവിക്കുന്ന വിഷയമായിരിക്കാം. അതിന് മാറുന്നില്ല, പിന്നെയും പിന്നെയും പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ സഹതായിക്ക് ശക്തിയില്ലെന്നോ ഒടേതമ്പുരാന് കൃപയില്ലെന്നോ അല്ല അതിൻ്റെ അർത്ഥം. ആ മാറാത്ത നിശ്ചയത്തിന് മുമ്പിൽ ഒന്ന് കൈകൊപ്പിയിട്ട് ഒരു ആമേൻ പറഞ്ഞിരിക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല ചങ്ങാതി, വേറെ വഴിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ മുന്നോട്ട് പോവുക, പ്രാർത്ഥിച്ചു മുന്നോട്ട്. തടസ്സമാണെങ്കിൽ മാറിപ്പോകട്ടെ. 18-ാം വർഷം ആ സ്ത്രീയുടെ കൂന് നിവർന്നത് അതൊരു നിശ്ചയമായിരുന്നത് കൊണ്ടല്ല, അതൊരു തടസ്സമായിരുന്നതുകൊണ്ടാണ്. 12 വർഷം രോഗിയായ ഒരാൾക്ക് സൗഖ്യം കിട്ടിയത് അതൊരു തടസ്സമായിരുന്നത് കൊണ്ടാണ്. പെസഹ രാത്രിയിൽ യേശു കർത്താവ് ആ ഒലിവ് മരങ്ങളുടെ തോട്ടത്തിൻ്റെ ഇടയ്ക്ക് എത്ര തവണ പ്രാർത്ഥിച്ചു എന്ന് പറയാമോ? എത്ര തവണ? ഞങ്ങളുടെ നാട്ടിൽ ഇത് 3 തവണ പ്രാർത്ഥിച്ചു. 1-ാം തവണ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: ആദ്യം 8 ശിഷ്യന്മാർ, പിന്നെ 3 എണ്ണം, പിന്നെ യേശു കർത്താവ് അങ്ങോട്ട് മാറിയിട്ട്. ആദ്യത്തെ തവണ പ്രാർത്ഥിച്ചത്, അപ്പാ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണമേ എന്നാണ്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണമേ, എങ്കിലും എൻ്റെ അത് തടസ്സമാണെങ്കിൽ ഒന്ന് മാറിപ്പോട്ടെ എന്നാണ്. യേശു കർത്താവ് 2ാമത് എന്ന് പ്രാർത്ഥിച്ചത്, നിങ്ങൾ ബൈബിള് ശ്രദ്ധയോടെ രാത്രി വീട്ടിൽ നോക്കണേ. ഇത്തിരി കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ ഉറങ്ങുകയാണോ എന്ന് നോക്കിയിട്ട് വന്നിട്ട് പിന്നെയും പ്രാർത്ഥിച്ചത് എന്തെന്നറിയാം? കർത്താവേ, ഈ പാനപാത്രം ഞാൻ കുടിക്കാതെ നിവർത്തിയില്ല എങ്കിൽ അത് നടന്നോട്ടെ എന്നാണ്. കേൾക്കുന്നുണ്ടോ? 3-ാം തവണ പ്രാർത്ഥിച്ചതും ഇതേ പ്രാർത്ഥനയാ. ഈ വചനം ചൊല്ലി ഔവണ്ണം തന്നെ പ്രാർത്ഥിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ തവണ കഴിയുമെങ്കിൽ, തടസ്സമാണെങ്കിൽ ഒന്ന് മാറ്റി കിട്ടിയ ഉപകാരമായിരുന്നു, മരണമല്ലേ ഈ കാസ. ഇത്തിരി കഴിഞ്ഞപ്പോൾ കർത്താവിന് മനസ്സിലായി, പ്രാർത്ഥിച്ചിട്ട് തന്നെ മനസ്സിലായി ഇത് മാറുന്നതല്ല. പിന്നെ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: ഞാൻ കുടിക്കാതെ നിവർത്തിയില്ല എങ്കിൽ കിട്ടിക്കോട്ടെ. ആദ്യത്തേത് തടസ്സം മാറാനുള്ള പ്രാർത്ഥനയാണ്. 2ാമത്തേത് നിശ്ചയത്തെ സ്വീകരിക്കാനുള്ള പ്രാർത്ഥനയാണ്. 1-ാമത്തേത് നീങ്ങിപ്പോകാനുള്ള പ്രാർത്ഥനയാണ്. 2ാമത്തേത് നിലനിൽക്കാനുള്ള പ്രാർത്ഥനയാണ്. ഈ രാത്രി വെറുതെ ഇരുന്നിട്ട് പോലെ. ആദ്യത്തേത് നീങ്ങിപ്പോകാനുള്ള പ്രാർത്ഥനയാണ്. 2ാമത്തേത് ഈ സങ്കടത്തിനകത്ത് നിലനിൽക്കാനുള്ള പ്രാർത്ഥനയാണ്. കുഞ്ഞേ, ഈ പെരുന്നാളിൽ നമുക്കിത് രണ്ടും പ്രാർത്ഥിക്കാം. നീങ്ങിപ്പോകാൻ കുറേ നാളായിട്ട് പ്രാർത്ഥിച്ചിട്ട് മടുത്തവരാണെങ്കിൽ ഈ സഹനത്തിനകത്ത് നിന്ന് കിട്ടാൻ, അതിജീവിക്കാൻ ഒന്ന് പ്രാർത്ഥിച്ചൂടെ? ഈ പെരുന്നാളിൽ പ്രാർത്ഥനയുടെ മോഡൊന്ന് മാറ്റിക്കൂടെ? നമ്മൾ ഈ നിരന്തരം ഒരേ ശൈലിയിലാണ് പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥനയുടെ മോഡ് മാറ്റാൻ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. യേശു കർത്താവ് ഈ സങ്കടങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നീങ്ങിപ്പോകാനേ പ്രാർത്ഥിക്കുള്ളൂ. പക്ഷെ ഇതിനകത്ത് നിലനിൽക്കാൻ നമ്മുടെ രഹസ്യ പ്രാർത്ഥനകളിൽ ഒന്നിലൊരു വരിയുണ്ട്: കർത്താവേ, മരണത്തിന് മുമ്പ് ഞാൻ അനുഭവിച്ചുകൂടാതെ നിവർത്തിയില്ല എന്നുള്ള സഹനം സ്വീകരിക്കാനുള്ള ബലം നൽകണമേ. ഒരിക്കലും വാചക പ്രാർത്ഥനയിൽ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. ആ വരി എൻ്റെ പൊന്നു പ്രിയപ്പെട്ട ഒരു ആത്മാവിൽ എഴുതിയേ: കർത്താവേ, മരണത്തിന് മുമ്പ് ഞാൻ അനുഭവിക്കാതെ നിവർത്തിയില്ല എന്നുള്ള സഹനങ്ങളെ സ്വീകരിക്കാനുള്ള ബലം നൽകണമേ. ഗത്സമനിലെ 2nd and 3rd പ്രയർ അതാ. ഇന്ന് രാത്രി എനിക്കറിയാം, ഈ നിൽക്കുന്ന ചിലരുടെ മിഴികളിൽ ഈ സങ്കടത്തിനകത്ത് നിലനിന്ന് കിട്ടാനൊരാഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം.
നിങ്ങൾ അങ്ങനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ഈ പെരുന്നാളിൽ പ്രാർത്ഥിക്കാമോ? ഞാൻ നിങ്ങളോടല്ല, എന്നോടും കൂടെയാണ് പറയുക. ഞാൻ നിങ്ങളിൽ നിന്ന് ഭേദപ്പെട്ട ഒരു മനുഷ്യനെയല്ല. ഇന്ന് രാത്രി പുസ്തകം തുറക്കുമ്പോൾ ഉടയതമ്പുരാൻ എനിക്ക് തരുന്ന ഓർമ്മകൾ മാത്രം തരികയാണ്. നിശ്ചയമായിട്ടും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇത് മാറിപ്പോകത്തില്ല സഹോദരി. അതുകൊണ്ട് ദൈവം ഇല്ലെന്നോ പുലിപ്പള്ളിയിൽ ബലമില്ലെന്നോ അല്ല എൻ്റെ അർത്ഥം. ചിലതിൽ നിൽക്കുക, ഒരാമയം പറയുക. ഞാൻ ആദ്യം പറഞ്ഞ 2 വരിയുണ്ടല്ലോ, ആത്മാവിൻ്റെ ജനാല തുറന്ന് അകത്തേക്ക് എടുത്തു വയ്ക്കേ. പ്രാർത്ഥന തടസ്സങ്ങളെ മാറ്റും, നിശ്ചയങ്ങളെ മാറ്റില്ല. നമ്മുടെ നിസ്സഹായത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ചിലത് തടസ്സമാണോ നിശ്ചയമാണോ എന്ന് വേർതിരിച്ചറിയാൻ നമുക്ക് പറ്റില്ല. അതിനുള്ള ബുദ്ധിയോ ശേഷിയോ നമുക്കില്ല. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, സഭാപ്രസംഗി ശലോമോൻ തന്നെ പറയുന്നുണ്ട്, കുഞ്ഞേ, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ഈ കൽപ്പിച്ച പോലെ വരുമെന്ന് കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയാറൊക്കെയും ദൈവമേ എന്ന് ഹരിനാമകീർത്തനത്തിലോ മറ്റോ സഹോദരങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. കൽപ്പിച്ച പോലെ വരുമെന്ന് കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയാറൊക്കെയും ദൈവമേ. ഞങ്ങൾ വിചാരിക്കണത് പോലെയൊക്കെ നടക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നേർച്ച കൊടുക്കുന്നത്. മുത്തുക്കുടയും കൊണ്ട് പള്ളിക്ക് 4 വട്ടം നടന്നത് നമ്മൾ വിചാരിച്ചതുപോലെ നടക്കുമെന്നും കൊച്ചിന് റിസൾട്ട് കിട്ടുമെന്നും വിചാരിച്ചിട്ടാണ്, അച്ചായന് ജോലി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്, ഇൻ്റർവ്യൂ നടക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. കൽപ്പിച്ച പോലെ നടക്കുമെന്ന് കണ്ടിട്ട്, കൽപ്പിച്ച പോലെ വരുമെന്ന് നനച്ചിട്ട് അർപ്പിച്ചിടുന്നടിയാറൊക്കെയും. ഈ പെരുന്നാളിൽ നിങ്ങൾ എന്തെങ്കിലും ഇവിടെ നേർച്ച കൊടുത്തിട്ടുണ്ടെങ്കിൽ തടസ്സങ്ങൾ മാറാനായിട്ടാണ് കൊടുത്തത്. എന്നാൽ ഇന്ന് രാത്രി കസേരയിൽ ഇരുന്നിട്ട് ശരിക്കും ഇങ്ങനെ കൂടെ ചിന്തിക്കുക, നിശ്ചയമാണെങ്കിൽ ചില സങ്കടങ്ങളെ സ്വീകരിക്കാനൊരു ആത്മബലത്തിനു കൂടെയാണ് ഞാൻ ഈ നേർച്ച കൊടുക്കുന്നത് എന്നുകൂടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ മനസ്സിലൊന്ന് എഴുതാമോ? ഏലിയാവിൻ്റെ ജീവിതത്തിൽ തക്ക സമയത്ത് ഉത്തരങ്ങളുണ്ട്. ആ വിധവ, അവളോട് ഏലിയാവ് പറയുന്നുണ്ട് ക്ഷാമകാലത്ത്, ഒരപ്പം ഉണ്ടാക്കി തരുമോ, വല്ലാണ്ട് വിശക്കുന്നുണ്ട്. അവൾ പറഞ്ഞു, എൻ്റെ പൊന്നു പ്രവാചക, ചോദിക്കരുത്. ആ കലത്തിലെ അടിയിൽ ഒരിത്തിരി മാവ് മാത്രമേ ഉള്ളൂ, അത് ഞാനും എൻ്റെ കുട്ടിയും കൂടെ ഒരപ്പം ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് മരിക്കാനിരിക്കുകയാണ്. എൻ്റെ വിചാരം അവൾ ആത്മഹത്യ ചെയ്യാൻ പോവാണോ അറിയില്ല, പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഒരു ലാസ്റ്റ് ബ്രെഡ്, അതിനുള്ള മാവേ ഉള്ളൂ. അവൾ വിചാരിച്ചത് ഇതെൻ്റെ അവസാനത്തെ അപ്പമാണെന്നാണ്. എന്തൊരു സങ്കടമാണിത്, ജീവിതത്തിൽ അവസാനത്തെ അപ്പത്തെ മുന്നിൽ കാണേണ്ടി വരിക. പക്ഷെ ഏലിയാവ് പറഞ്ഞു, എൻ്റെ പൊന്നു പെണ്ണേ, നീ അത് കൊണ്ടുവരിക. അവൾ പോയിട്ട് ഈ അപ്പം ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു. അവളുടെ ലാസ്റ്റ് ബ്രെഡ് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നീട്ടിക്കൊടുക്കുക. പിന്നെ നമ്മൾ പാടുന്നത് എങ്ങനെയാണ്? കലത്തിലെ മാവുലേശം കുറയുകില്ല, നിന്റെ കലശത്തിലൊന്ന് എണ്ണ കവിൻ. ഉറക്കെ പാടണം അല്ലേ? ആ കലത്തിലെ മാവ് തീർന്നു പോയില്ല. ഞാനിപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, ലാസ്റ്റ് ബ്രെഡ്. മനുഷ്യൻ വിചാരിക്കും ഇത് ലാസ്റ്റ് ബ്രെഡാണെന്ന്. പക്ഷെ നിങ്ങൾക്കറിയോ, ഈ ലാസ്റ്റ് ബ്രെഡിൻ്റെ സ്ഥാനത്ത് ബൈബിളിൽ മറ്റൊരു ബ്രെഡ് ഉണ്ട്. എന്താ ബ്രെഡ് എന്ന്? അപ്പമാണ്. അതിൻ്റെ പേര് ഈവനിങ് ബ്രെഡാണ്. അത് പുതിയ തുടക്കമാണ്. ഈവനിങ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാം? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ 3 ദിവസം വിശന്ന് നിന്ന ജനത്തിന് ഒരു ഭക്ഷണവും കിട്ടിയിട്ടില്ല. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, നേരം വൈകുന്നു. നേരം അന്നേരമാണ്, നിങ്ങളുടെ കയ്യിൽ വല്ലതും ഉണ്ടോ? അതെ, ഈ 5 അപ്പം ഉണ്ടല്ലോ, അതിൻ്റെ പേരാണ് ഈവനിങ് ബ്രെഡ്, വൈകുന്നേരത്തെ അപ്പം. നേരം വൈകുന്നു. വൈകുന്നേരത്തെ അപ്പം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ഇങ്ങനെ ചിന്തിച്ചോളൂ. രാവിലത്തെ അപ്പം എന്ന് പറഞ്ഞാൽ സമയത്തിന് കിട്ടുന്ന ഉത്തരം. ഞാൻ പറയണ ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് കിട്ടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഉച്ചക്കലത്തെ അപ്പം എന്ന് പറയുന്നത് നമ്മുടെ വിശപ്പിന് കിട്ടുന്നതാ. പക്ഷെ ഈ വൈകുന്നേരത്തെ അപ്പം എന്ന് പറഞ്ഞിട്ടത് ലോകം ഒരു തരത്തിലും തരാത്ത ഉത്തരവാണ്. ഈ വൈകിയ സമയത്ത് ലോകത്തിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. അപ്പോഴാണ് ഈ വൈകുന്നേരത്തെ യേശു അപ്പൻ ഈ അപ്പം എടുത്ത് ബ്ലെസ് ചെയ്യുന്നത്. ലാസ്റ്റ് ബ്രെഡ് ബിക്കെയിം ഈവനിങ് ബ്രെഡ്. നിങ്ങളത് മനസ്സിലാക്കണമേ.
ഒരുപാട് പേർക്കൊന്നും ഈ രാത്രി ഇത് കിട്ടണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല. ഇതിനകത്തൊരു 10 പേര് ഈ വചനത്തിന് ഏറ്റെടുത്തുകൊണ്ട് പോയാൻ പറ്റിയാൽ നിങ്ങളുടെ പെരുന്നാൾ നാളെയല്ല, ഇന്നാണ്. ലാസ്റ്റ് ബ്രെഡ് ബിക്കെയിം ഈവനിങ് ബ്രെഡ്. യേശു കർത്താവ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതും വൈകുന്നേരമാണ്. പഴയ നിയമം ഒരു പകലാണെങ്കിൽ പ്രവാചകന്മാരും പുരോഹിതന്മാരും ന്യായപ്രമാണം ശമിപ്പിക്കാത്ത ആത്മവിശപ്പിൻ്റെ ഉത്തരം പഴയ നിയമത്തിൻ്റെ അവസാനം ആ ഈവനിങ്ങിൽ ക്രിസ്തു നിവർത്തിച്ചു എന്നുള്ളതാണ്. അതാണ് ഈവനിങ് ബ്രെഡ്. യേശു സന്ധ്യയായപ്പോൾ അപ്പമെടുത്തു. അത് നമ്മുടെ പ്രഭാതയപ്പമായി മാറി, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകളുടെ അപ്പമായി മാറി. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ വാടിയ മുഖത്തോടെ സങ്കടപ്പെട്ടപ്പോൾ ആ രാത്രി വൈകുന്നേരം യേശു അപ്പമെടുത്ത് വാഴ്ത്തി കൊടുത്തു. എൻ്റെ സുഹൃത്തെ, ബൈബിളിൽ ധാരാളം ഈവനിങ് ബ്രെഡ് ഉണ്ട്. ലോകത്തിൻ്റെ പ്രതീക്ഷകൾ അവസാനിക്കുമ്പോൾ ദൈവം നമ്മുടെ കയ്യിലേക്ക് വെച്ചു തരുന്ന ഉത്തരങ്ങളാണ് ഈവനിങ് ബ്രെഡ്. പഴയ നിയമത്തിലെ ഏലിയാവിൻ്റെ കാലത്തെ വിധവ ലാസ്റ്റ് ബ്രെഡ് എന്ന് നനച്ചു സങ്കടപ്പെട്ടപ്പോൾ ലാസ്റ്റ് ബ്രെഡ് ഈവനിങ് ബ്രെഡാക്കി മാറ്റിയ ഒരു ദൈവം. ഈവനിങ് ബ്രെഡ് ഒരു തുടക്കമാണ്. പ്രതീക്ഷകൾ, മനുഷ്യൻ പ്രതീക്ഷിക്കുന്ന സമയങ്ങൾക്ക് ശേഷം ദൈവം തരുന്ന ഉത്തരമാണ് ഈവനിങ് ബ്രെഡ്. മനുഷ്യൻ പ്രതീക്ഷിക്കുന്ന സമയം എന്ന് പറയുന്നത് മോർണിംഗ് ആണ്. ഇതെല്ലാം കഴിയുമ്പോൾ ഇരുളുമ്പോൾ ദൈവം ഇറങ്ങി വരികയാണ്. അത് 4-ാം ദിനത്തിലെ അപ്പമാണ്. പോസിബിലിറ്റീസ് അവസാനിക്കുമ്പോൾ, ഓപ്പർച്യൂണിറ്റീസ് അവസാനിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ആദ്യത്തെ ഒരു വാക്ക് നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഇടുക. പ്രതീക്ഷിക്കുന്ന സമയം. സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. സമയം ഏറ്റവും മെല്ലെ ചലിക്കുന്നത് എവിടെയാണെന്നറിയാമോ? 2 ഒന്ന് ജയിലിലെ ചുവരിലാണ്. ജയിലിൽ കിടക്കുമ്പോൾ ആ ഭിത്തിയിലെ ഘടികാരം ഏറ്റവും മെല്ലെ മാത്രമേ ചലിക്കുള്ളൂ, സമയം പോകത്തില്ല. 2ാമത്തത് ICUവിൻ്റെ അകത്താണ്. നിങ്ങളാരും അങ്ങനെയൊന്നും കടന്നിട്ടില്ല, കടക്കാണ്ടിരിക്കുക ഇടവരട്ടെ. ICUവിൻ്റെ അകത്തും ക്ലോക്ക് വളരെ മെല്ലെ ഓടുള്ളൂ. ഈ സമയത്തിൻ്റെ പ്രത്യേകത, നമ്മൾ എന്തിനെങ്കിലും വേണ്ടി കാത്തിരുന്ന് നോക്ക്, സമയം മന്ദഗതിയിലാണ്. 1 മണിക്കൂർ മുമ്പേ ചെങ്ങന്നൂർ സ്റ്റേഷനിൽ ചെന്നിരുന്ന് നോക്ക്, ഈ സമയം ട്രെയിനിൻ്റെ സമയം എന്ത് ചെയ്താലും 1 മണിക്കൂർ നീങ്ങുകയല്ല. നമ്മളിനി വൈകി ചെന്ന് നോക്ക്, ക്ലോക്കിൽ എപ്പോൾ നോക്കിയാലും സമയം ഓടിക്കൊണ്ടിരിക്കും. നമ്മൾ വൈകുമ്പോൾ സമയം വേഗത്തിലാണ്. നമ്മൾ സന്തോഷത്തിലിരിക്കുമ്പോൾ സമയം വളരെ കുറവാണ്. നമ്മൾ വേദനിച്ചിരിക്കുമ്പോൾ സമയം അനന്തമാണ്. നമ്മൾ ബോറടിച്ചിരിക്കുമ്പോൾ സമയം വളരെ നീണ്ടതാണ്. അപേക്ഷികമാണ് ടൈം എന്ന് പറയുക. ഓരോ തവണയും നമ്മുടെ വികാരങ്ങളിലും മാനസിക അവസ്ഥകളിലുമാണ് നമ്മുടെ വാച്ച് നമ്മോട് സംസാരിക്കുന്നത്. പോകട്ടെ, 4-ാം ദിനത്തിൽ മാർത്ത കേട്ടൊരു വാക്കുണ്ട്, ഗുരു വന്നിട്ടുണ്ട്. ഈ സദസ്സിൽ പ്രതീക്ഷിക്കുന്ന സമയത്ത് ചിലതൊക്കെ നടക്കാണ്ട് നിരാശപ്പെട്ട് 4-ാം ദിനത്തിലിരിക്കുന്നവരോട് ഞാൻ ഈ ബൈബിളിലെ യോഹന്നാൻ 11 ഒരു വളരെ പ്രതിധ്വനിയുള്ളൊരു വചനം ഒന്നുകൂടെ പറയുകയാണ്. കുഞ്ഞേ, ഗുരു വന്നിട്ടുണ്ട്. കുഞ്ഞേ, ഗുരു വന്നിട്ടുണ്ട്. നമ്മുടെ 4-ാം ദിനങ്ങളിലേക്ക് ഒരു ഗുരു വരാനുണ്ട്. നമ്മുടെ ലാസ്റ്റ് ബ്രെഡ് പ്രതീക്ഷയുടെ ഈവനിങ് ബ്രെഡായി മാറും. നോക്കൂ, ഈ രാത്രിയിലെ 2ാമത്തെ ചിന്തയിലേക്ക് പോകാം. മാർത്തയും മറിയൊക്കെ കല്ലറയിലേക്ക് പോയപ്പോൾ അവിടെ വീട്ടിൽ ഇരുന്ന് മറ്റുള്ളവർക്ക് തോന്നിയത് അവർ കല്ലറയിൽ കരയാൻ പോകുകയാണെന്ന്, അല്ലേ? അങ്ങനെയല്ലേ തോന്നി? കല്ലറയ്ക്കൽ കരയാൻ പോകുകയാണെന്ന്. സാധാരണക്കാർക്ക് അങ്ങനെ തോന്നുള്ളൂ. പക്ഷേ കല്ലറയ്ക്കപ്പുറം എന്തോ ഉണ്ട് എന്ന് പറയുന്ന ഒരു ദിവസം കൂടെയാണ് 4-ാം ദിനം. കല്ലറയ്ക്കപ്പുറം എന്തോ ഉണ്ട് എന്ന് പറയുന്നൊരു ദിനം കൂടെയാണ്. 2ാമത്തേത് നമ്മൾ ഈ രാത്രി ധ്യാനിക്കേണ്ട 1-ാമത്തേത് എസ്റ്റിമേറ്റഡ് ടൈം, പ്രതീക്ഷിക്കുന്ന സമയം. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്ന രീതിയിലാണ്. അതിലാണ് ഈ പ്രതീക്ഷിക്കുന്ന സമയങ്ങളുടെ ഗുണദോഷ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഒടേതമ്പുരാന് മാർക്കിടുന്നത്. ദൈവം കൊള്ളാമോ
ഇല്ലയോ എന്നൊക്കെ മാർക്കിടുന്നത് ഈ പ്രതീക്ഷിക്കുന്നത് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ്. രണ്ടാമത്തേത്, അവിടെ അടങ്ങിയിരിക്കണം കേട്ടോ, നല്ല കുട്ടികളാണ്. രണ്ടാമത്തേത് നാം ധ്യാനിക്കുന്ന രണ്ടാമത്തെ സമയം എക്സിക്യൂട്ടിംഗ് ടൈം എന്നാണ്. പ്രവർത്തിക്കുന്ന സമയം. ഒന്ന് പറഞ്ഞേ. 9 പേരാ വന്നേ, ബാക്കിയുള്ളവർ ഇങ്ങനെ ഇരിക്കുക. ഒരുമിച്ച് പറഞ്ഞേ. പ്രവർത്തിക്കുന്ന സമയം. പറഞ്ഞേ. എക്സിക്യൂട്ടിംഗ് ടൈം. ആദ്യത്തേതെന്താ? സർവേക്കല്ല് പോലെ ഇങ്ങനെ ഇരിക്കുകയല്ലാതെ. ആദ്യത്തേതെന്താ? പ്രതീക്ഷിക്കുന്ന സമയം. രണ്ടാമത്തേതെന്താ? പ്രവർത്തിക്കുന്ന സമയം. ഇത് ബിയോണ്ട് അവർ തോട്ട്സ് ആണ്, നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ്. പ്രതീക്ഷിക്കുന്ന സമയത്തായിരിക്കില്ല ചിലപ്പോൾ ദൈവം പ്രവർത്തിക്കുന്നത്. ഇതാണ് രണ്ടാമത് നമ്മൾ ഓർക്കേണ്ടത്. മനുഷ്യൻ്റെ ഘടികാരങ്ങൾ നിരാശപ്പെടുത്തും, മനുഷ്യൻ്റെ കലണ്ടറുകൾ പാളും. ഉദാഹരണം, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഒരു 20-25 വയസ്സിൽ അബ്രഹാം കല്യാണം കഴിച്ചിട്ടുണ്ടാവണം. സാറ മക്കളുണ്ടായിട്ടില്ല. 30കളും 40കളും യുവത്വത്തിൻ്റെ പ്രസരിപ്പും കടന്നുപോയി. 60 കഴിഞ്ഞു. 75 വയസ്സായപ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, മക്കളെ കിട്ടും കേട്ടാ, നിനക്ക് കുഞ്ഞുങ്ങളെ കിട്ടും, ഇതുപോലെ നിനക്ക് തലമുറകളുണ്ടാകും. ഉൽപ്പത്തി 12. സന്തോഷമായി. 50 വർഷം നോക്കിയിരുന്നിട്ട് കിട്ടുമല്ലോ. വലിയ സന്തോഷത്തോടെ അബ്രഹാം ചെന്ന് സാറായോട് പറഞ്ഞു, ദൈവം എങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവർ രണ്ടുപേരും കലണ്ടർ നോക്കിയിരിക്കുകയാണ്, ക്ലോക്ക് നോക്കിയിരിക്കുകയാണ്. പോവാണോ? വരത്തില്ലേ? അറിയാൻ പറ്റത്തില്ല, പോട്ടെ. അവർ രണ്ടുപേരും, ഇനി ആർക്കും ഷുഗറിൻ്റെ അസുഖമൊന്നും ഇവിടെ ഇല്ലല്ലോ. അവിടെ ഇരുന്നോണം. ഇടയ്ക്ക് ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇവിടെ നോക്കിക്കേ. അപ്പം 75 വയസ്സിൽ പറഞ്ഞു, നിങ്ങൾ പറ, 19 വർഷം ഒരു കുഞ്ഞില്ലാതിരുന്ന കപ്പിൾസിന് 75 വയസ്സിൽ കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞാൽ എത്ര വയസ്സിലെങ്കിലും കിട്ടണം? ഞാൻ ഇനി ആരോട് പോയി ചോദിക്കും? എത്ര വയസ്സിലെങ്കിലും കിട്ടണം? മലയാളം തെരീമ? തെരീം. ആമാ എങ്കിൽ എനിക്ക് പറഞ്ഞാട്ടെ, 75 വയസ്സിൽ ഒരു പ്രോമിസ് കൊടുത്തെങ്കിൽ എത്ര വയസ്സിലെങ്കിലും കിട്ടുമെന്ന് നമ്മുടെ പ്രതീക്ഷ? 76-ലോ 77-ലോ അല്ലേ? ഒരു 10 മാസം 10 മാസമൊന്നുമില്ല, കുറച്ച് തള്ളി പറയുന്നവരാ, അത്രയും വരെ പോകത്തില്ലല്ലോ. പക്ഷേ കിട്ടിയോ? ഇല്ല. 77-ആയി, 78-ആയി, അബ്രഹാമിന് 79-ആയി, 80-ആയി. കലണ്ടർ മറിച്ചിട്ടു, ക്ലോക്കിൻ്റെ സൂചി നോക്കി, നടക്കുന്നില്ല. കാൽക്കുലേറ്റർ ഇട്ട് കൂട്ടി നോക്കി, 80-ആയി, 82-ആയി. ഇടയ്ക്ക് ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടും, അബ്രഹാമേ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കിക്കേ, എണ്ണാമോ? പറ്റില്ല. കടലിലെ ഒത്തിരി മണലെടുത്ത് എണ്ണാമോ? പറ്റില്ല. ഇതുപോലെ പിള്ളേരുണ്ടാകും കേട്ടോ. ഉവ്വ. പിന്നെയും കുറേ കഴിയുമ്പോൾ പറയുന്നുണ്ട്, അബ്രഹാമേ ഞാൻ നിനക്ക് മക്കളെ തരും കേട്ടോ, ഉടമ്പടി സ്ഥാപിക്കും. 17-5, 15-5, 17-2 ഉണ്ട്, തരും. അപ്പോഴൊക്കെ അബ്രഹാം പറയും, ഉവ്വ കിട്ടിക്കോട്ടെ. പിന്നെ ഇടയ്ക്ക് വന്ന് പറയും, കിട്ടും കേട്ടോ. അപ്പോൾ അബ്രഹാം പറയും, ഉവ്വ കിട്ടിക്കോട്ടെ. 80-ആയി, 84-ആയി, 85-ആയി. പിന്നെയും പറയും, കിട്ടും കേട്ടോ, കിട്ടിക്കോട്ടെ. എപ്പോഴും ഇങ്ങനെ ഒന്നും പറയണമെന്നില്ല. 10 വർഷം മുമ്പേ പറഞ്ഞല്ലേ. 86-ൽ ഒരാളെ കൊടുത്തു. അയാളുടെ പേര് ഇസ്മായേൽ എന്നല്ലേ കുഞ്ഞിൻ്റെ പേര്? ഹാഗാറിലാണ് കൊടുത്തത്. സന്തോഷമായി, സാറയ്ക്ക് സന്തോഷമായി. എന്നിലൂടെ വന്ന് അല്ലെങ്കിലും എൻ്റെ വീട്ടിലൊരു കുഞ്ഞുണ്ടായല്ലോ, വളരെ സന്തോഷമായി. തന്നല്ലോ. 11 വർഷം കഴിഞ്ഞിട്ട് പിന്നെയും ഇടയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ ദൈവദൂതൻ്റെ അരുളപ്പാട് പിന്നെയുണ്ട്, ഇതല്ല കേട്ടോ, ഇത് ഡ്യൂപ്ലിക്കേറ്റാണ്, വേറെ ഒറിജിനൽ പുറകെ വരുന്നുണ്ട്. ഒറിജിനലുണ്ടോ? അപ്പോൾ ഇനി ഉടനെ ഉണ്ടാവുമല്ലോ, സാറായിൽ തന്നെ കിട്ടുമല്ലോ. 88-ആയി, 90-ആയി, 94-ആയി. അബ്രഹാമിന് പ്രഷറിൻ്റെ 2 ഗുളിക
അഡീഷണൽ കഴിക്കാൻ തുടങ്ങി. കൊളസ്ട്രോൾ മേലോട്ട് പോകുന്നു. അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒന്നറിയും, കിട്ടും കേട്ടോ, കിട്ടും, ഓ കിട്ടിക്കോട്ടെ. ഇടയ്ക്ക് അബ്രഹാം സഹികെട്ട് പറയുന്നുണ്ട്, 17:18 എപ്പോഴും ഇങ്ങനെ വന്ന് കിട്ടൂട്ടോ എന്ന് പറയണമെന്നില്ല. ഡ്യൂപ്ലിക്കേറ്റ് ഒരെണ്ണം ഉണ്ടെന്നല്ലേ പറഞ്ഞ വീട്ടിൽ. ഇസ്മായേൽ അതിനെ അങ്ങ് നിർത്തിവെച്ചാൽ മതി, ഇനി ഒറിജിനലൊന്നും വേണമെന്നില്ല. ആരായാലും പറഞ്ഞു, ഇസ്മായേൽ നിന്റെ മുൻപാകെ ജീവിച്ചിരുന്നാൽ മതി എന്നാ പറഞ്ഞത്. അപ്പോഴും ദൈവം പറഞ്ഞു, മക്കളെ തരോടാ. പിന്നെയും ഇടയ്ക്ക് പറയും തരോടാ. അങ്ങനെ അബ്രഹാമിന് 100 വയസ്സായി. ആ സമയത്താണ് 2-3 ചെങ്ങന്നൂർ വഴിയിട്ട് അബ്രഹാമിൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടെ ദൈവത്തിൻ്റെ 3 ദൂതന്മാർ, വീട് ഉദാശയ്ക്കൊക്കെ വായിക്കുന്ന പ്രൊമിയോനിലുണ്ട്, 2-3 ചേട്ടായിമാർ വന്നു. അവർ വീട്ടിൽ കയറി അവർക്ക് അപ്പവും ഇറച്ചിയൊക്കെ ഇട്ട് നന്നായിട്ട് ഫുഡ് കൊടുത്തു. ഫുഡൊക്കെ കഴിച്ച് അവരിങ്ങനെ ഒരു എമ്പക്കൊക്കെ വിട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ നേരം പറഞ്ഞു, അബ്രഹാമേ അടുത്ത വർഷം ഇവിടെ പിള്ളേരുണ്ട് കേട്ടോ. സാറ വൈകിട്ടത്തേക്കുള്ള സാമ്പാറിന് വെണ്ടയ്ക്ക പടപടപടപടയെന്ന് അടുക്കളയിൽ നിന്ന് അരിയായിരുന്നു. ഈ മുന്നിൽ വന്ന അതിഥികൾ തരുമെന്ന് പറഞ്ഞപ്പോൾ ഈ പുള്ളിക്കാർ ഒറ്റ ചിരി. ആരായാലും ചിരിക്കുമല്ലോ, വല്ല വയറ് നിറച്ച് കഴിച്ചെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് പോയാൽ പോരെ. തരും എന്ന് പറഞ്ഞിട്ട് പിന്നെയും തരും. അബ്രഹാം സാറാ ചിരിച്ചു, കമന്ന് കടന്ന് ചിരിച്ചു എന്നൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. കമന്ന് കടന്നങ്ങ് ചിരിക്കുകയാണ്. ഇത് കുറെ കേട്ടതാണ്, 10-25 വർഷം കൊണ്ട് കേട്ടതാണ്. പക്ഷെ 100 വയസ്സിൽ ദൈവം അബ്രഹാമിനൊരു മകനെ കൊടുത്തു. ആ മകൻ്റെ പേര് ഇസഹാക്ക്. നിങ്ങൾ പറ, സാറായും അബ്രഹാം പ്രതീക്ഷിച്ച സമയം 76 വയസ്സാ എസ്റ്റിമേറ്റഡ് ടൈം. പക്ഷെ എക്സിക്യൂട്ടിംഗ് ടൈം എത്ര വയസ്സാ? 100 വയസ്സ്. ഇനി ഇതുമല്ല ദൈവം പ്രവർത്തിച്ച സമയം. അബ്രഹാം കലണ്ടർ കീറിക്കളഞ്ഞിട്ടുണ്ട്, കാൽക്കുലേറ്റർ എടുത്ത് മുറ്റത്ത് കളഞ്ഞിട്ടുണ്ട്, ക്ലോക്കിൻ്റെ ബാറ്ററി ഊരി തെക്കോട്ട് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കുഞ്ഞിന് 10-15 വയസ്സായപ്പോൾ ഉൽപ്പത്തി 22 മോറിയ മലയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോയി യാഗപീഠത്തിൽ കിടത്തി യാഗത്തിൻ്റെ വിധികൾ പൂർണ്ണമാക്കി കുഞ്ഞിനെ അവിടെ മരണത്തിൽ കിടത്തി കൈകാലുകൾ കെട്ടപ്പെട്ട് കുഞ്ഞിൻ്റെ കഴുത്തിലേക്കൊരു വിറയാർന്ന ശബ്ദത്തിൽ ദിഗന്ധങ്ങൾ ഭേദിക്കുമാറ് യഹോവേ എന്ന് വിളിച്ചുകൊണ്ട് അബ്രഹാം കത്തിയെടുത്തോങ്ങുമ്പോൾ കത്തിക്കും കഴുത്തിനുമിടയ്ക്ക് ആകാശം ചായിച്ചൊരു ശബ്ദം ഇറങ്ങി വരുന്നുണ്ട്, അബ്രഹാമേ അബ്രഹാമേ ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്. ഇനി പുലിയൂരുകാർ പറ, കത്തിക്കും കഴുത്തിനുമിടയ്ക്ക്, വീശാനൂങ്ങിയ കത്തിക്കും കഴുത്തിനുമിടയ്ക്ക് എത്ര സമയം ഉണ്ടാവും? നിങ്ങളുടെ കലണ്ടറിൽ ആ സമയം കൂട്ടാൻ പറ്റുമോ ഇല്ലയോ? പറയേ, പറ്റുമോ? നിങ്ങളുടെ ക്ലോക്കിൽ ആ സമയം കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. നമ്മുടെ കാൽക്കുലേറ്ററിൽ ആ സമയം കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കലണ്ടർ തോറ്റുപോയ സമയമാണ് ഉൽപ്പത്തി 22. ഘടികാരങ്ങൾ തോറ്റുപോയ സമയമാണ് ഉൽപ്പത്തി 22. പ്രിയപ്പെട്ടവരെ, ഓർത്തു നോക്കണേ, ആലോചിച്ചു നോക്കണേ. അബ്രഹാം പണ്ട് സമയം പ്രതീക്ഷിച്ചിട്ടുണ്ട്, പക്ഷെ ദൈവം പ്രവർത്തിച്ച സമയം അബ്രഹാമിന് പോലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അബ്രഹാമിൻ്റെ കലണ്ടറും ക്ലോക്കും കാൽക്കുലേറ്ററും തോറ്റുപോയെങ്കിൽ ഈ രാത്രി നാം ചിന്തിക്കുന്ന 2ാം സമയം എക്സിക്യൂട്ടിംഗ് ടൈമാണ്. എസ്റ്റിമേറ്റഡ് ടൈമിൽ നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഒരു എക്സിക്യൂട്ടിംഗ് ടൈം, ദൈവം പ്രവർത്തിക്കുന്ന ഒരു നേരം ഉണ്ട് എന്ന് നിശ്ചയമായും മനസ്സിലാക്കുമോ? അത് നമ്മുടെ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, യാതൊരുവൻ്റെയും ഹൃദയത്തിൽ തോന്നിച്ചിട്ടുമില്ല. ഇതാണ് ബൈബിളിലെ ദൈവത്തിൻ്റെ സമയം. ഹീസ് ഔട്ട്സൈഡ് ദ ടൈം, ബിയോണ്ട് അവർ തോട്ട്സ്. നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് മോശ ഫറവോനോട് ലീവ് ചോദിച്ചത് 3 ദിവസത്തെ അവധിയാണ് മരുഭൂമിയിൽ ആരാധിക്കാൻ. 11 ദിവസം നടക്കാനുള്ള വഴിയുണ്ടെന്നാണ് പറയുക. പക്ഷെ അവർ നടന്ന എസ്റ്റിമേറ്റഡ് ടൈം 3 ദിവസമാണ്, അല്ലെ 11 ദിവസമാണ്, കൂട്ടിക്കോളൂ. പക്ഷെ അവരവിടെ എത്താൻ എത്ര ദിവസം എടുത്തു? 40 വർഷം. എസ്റ്റിമേറ്റഡ് ടൈം 3 days ആണെങ്കിൽ എക്സിക്യൂട്ടിംഗ് ടൈം എത്ര വർഷമായി? 13,880 ദിവസം എന്ന് പറഞ്ഞാൽ ഈ എത്രയോ അധികം
ഈ രാത്രി ചില പ്രതീക്ഷിക്കുന്ന സമയങ്ങളിൽ സ്വപ്നങ്ങളെ കെട്ടിയിട്ട് നേർച്ചയുമായിട്ട് പള്ളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ദൈവം പ്രവർത്തിക്കുന്നൊരു സമയത്തെ ആഗ്രഹിക്കുമോ? ദൈവം പ്രവർത്തിക്കുന്നൊരു സമയത്തെ കിനാവ് കാണാനായിട്ട് പറ്റുമോ? ഈ അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായത്തിൽ 276 പേരാണ് ആ അദ്രിയാക്കടലിലെ കപ്പലിൽ നിന്ന് വെള്ളത്തിലേക്ക് എടുത്തെറിഞ്ഞത്. ഒരാളെ നിങ്ങൾ അറിയും, പൗലോസ് അപ്പോസ്തലൻ. 276 പേരും ചാകണമെങ്കിൽ ചാകട്ടെ എന്ന് പറഞ്ഞെടുത്ത് കളഞ്ഞതാ, വെള്ളത്തിലിട്ടതാ. അവർ 276 പേരും കൂടെ മെലീത്ത ദ്വീപിലേക്ക് നീന്തിക്കയറി. മാൾട്ട, ഇന്നത്തെ യൂറോപ്പിലെ മാൾട്ട. ആ നീന്തി കയറിയപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഈ 276 പേരിൽ ഒരുപക്ഷെ 27 പേർക്ക് മാത്രമേ നീന്തലറിയാൻ പറ്റുള്ളായിരിക്കും. പക്ഷെ 276 പേരും മരിച്ചില്ല എന്നതിനകത്തുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾക്കോ നമ്മുടെ ചിന്തകൾക്കോ അപ്പുറമായി ഇങ്ങനെ ദൈവം പ്രവർത്തിക്കുന്ന ഒരു നേരമുണ്ട്. ഒരു വ്യക്തമായിട്ടൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ യാത്ര അവർ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു വലിയ കൊടുങ്കാറ്റടിച്ചാണ് കപ്പൽ ഉലയുന്നത്. ആ കൊടുങ്കാറ്റ് പുലിയൂരുകാർക്കറിയാം. പൗലോസ് അപ്പോസ്തലൻ്റെ കപ്പലുലഞ്ഞ കൊടുങ്കാറ്റ്, അതിൻ്റെ പേരെന്താണെന്നറിയാമോ? ഈ ടൊർണാഡോ പോലെ, സുനാമി പോലെ, കത്രീന പോലെ ഒരു പേരാണ്. ചില പാട്ടിനകത്ത് നിങ്ങളത് പാടും. യെസ്, വിശ്വാസ കപ്പൽ താഴുമോ ഈ ഉലകിൽ ഈശാനമൂലനേറുമ്പോൾ, അല്ലേ? ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും വിശ്വാസനായക പ്രിയ, ദൈവം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയമുണ്ട്. പ്രിയപ്പെട്ടവരെ, 14 ദിവസമാണ് ആ കപ്പൽ ഒലഞ്ഞത്. 14 ദിവസം. പക്ഷെ 14-ാം ദിവസമാണ് പൗലോസ് അപ്പോസ്തലൻ ഒരു ബുദ്ധി തോന്നിയത്. ഈ 275 പേരുടെ മുന്നിൽ വെച്ച് അപ്പമെടുത്ത് അവർ കാണുക വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന, ഞാനും അപ്പോസ്തലനാ, അതുകൊണ്ട് തന്നെ അദ്ദേഹം കുർബാന ചൊല്ലി എന്ന് വേണം പറയാൻ ആ സങ്കടക്കപ്പലിൽ. അപ്പോൾ 14-ാം രാവ് ഉദിച്ചത് മാനത്തോ മഞ്ചാടിക്കടവത്തോ ഒന്നുമല്ല, ചില കൃപയുടെ മഴവില്ല് വിരിയുന്ന നേരമായിരുന്നു അപ്പോസ്തല പ്രവൃത്തികളിൽ 14-ാം രാവ്. ദൈവം പ്രവർത്തിക്കുന്ന സമയം, അത് ലാസ്റ്റ് ബ്രെഡ് ഈവനിങ് ബ്രെഡായി മാറുന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് മറന്നു പോകല്ലേ. ഇന്ന് രാത്രി ഓർക്കണം, ദൈവം നമുക്ക് 4 തരത്തിൽ ഉത്തരങ്ങൾ തരാറുണ്ട്. ഒന്ന്, ഡയറക്റ്റ് ആൻസർ. ഒന്ന് പറഞ്ഞേ. ഡയറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കാണ്ട് കിട്ടിയതൊക്കെ അതാണ്. ആദ്യം ഞാനത് പറഞ്ഞിരുന്നല്ലോ, ചോദിക്കാതെ കിട്ടിയ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്താ? ഡയറക്റ്റ് ആൻസറാണ്. ചോദിക്കാതെ കിട്ടിയത് ഒത്തിരി. അതല്ലേ, നമ്മൾ ഒന്നിനു വേണ്ടിയും അധികം അങ്ങോട്ട് വിലയൊന്നും കൊടുത്തിട്ടില്ല, നമുക്ക് കൊണ്ടു തന്നതാണ്. ഡയറക്റ്റ് ആൻസർ ഈ ഇരിക്കുന്ന എല്ലാവരിലും ഒരു 70% അങ്ങനെ തന്നെയാണ്. ദൈവം നമുക്ക് തരുന്ന രണ്ടാമത്തെ ഉത്തരം എന്ന് പറയുക ഡിലേയ്ഡ് ആൻസർ എന്നാണ്. ഡിലേ എന്ന് പറഞ്ഞാൽ കിട്ടും, പക്ഷേ താമസിക്കും. ബെത്സൈദ കുളക്കരയിലെ ഉത്തരം ഡിലേയ്ഡാണ്. പള്ളിമുറ്റത്തെ കൂനിയുടെ സൗഖ്യം ഡിലേയ്ഡാണ്. കിട്ടി, പക്ഷെ കുറേ കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ഡിലേയ്ഡാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഈ സദസ്സിൽ നിങ്ങളിലും എന്നിലുമൊക്കെ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ കുറേ പ്രാർത്ഥിക്കേണ്ടി വരും. ആ വിഷയത്തിലേക്ക് ഇനിയും ഞാൻ കടന്നു കയറുന്നില്ല, കുറേ പറഞ്ഞതാണത് ഞാൻ. തടസ്സവും നിശ്ചയവും, ഡിലേയ്ഡ് ആൻസർ ഇല്ലേ, കിട്ടിയിട്ടുണ്ട്. കുറേ കഴിഞ്ഞിട്ടായിരിക്കും ചിലത് കിട്ടിയത്. ദൈവം നമുക്ക് തരുന്ന മൂന്നാമത്തെ ഉത്തരം ഡിനൈഡ് ആൻസർ എന്നാണ്. ഡിനൈഡ് എന്ന് പറഞ്ഞാൽ തരില്ല. ഡിനൈ, നിഷേധിക്കും. എല്ലാത്തിനും ഉത്തരം കിട്ടണമെന്ന് നിർബന്ധം പിടിക്കല്ല കേട്ടോ. ഉത്തരമില്ലാത്ത കാര്യങ്ങളുണ്ട്. ദാവീദ് ബത്ശബയിൽ ജനിച്ച ഊരിയാവിൻ്റെ ഭാര്യയിൽ ജനിച്ച കുഞ്ഞിന് ആ സമയത്ത് തന്നെ ജ്വരമൊക്കെ ഉണ്ടായി മരിക്കാൻ കിടക്കുന്നൊരു പിഞ്ചു കുഞ്ഞുണ്ട്.
ദാവീദ് ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, 7 ദിവസം വെള്ളമിറക്കാതെ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ വായിച്ചിട്ടല്ലേ? അവസാനം കുഞ്ഞ് മരിച്ചു പോകുന്നുണ്ട്. ഈ കുഞ്ഞ് മരിക്കുമ്പോൾ ദാവീദ് എന്താ ചെയ്തത്? മരണപ്പെട്ടു എന്ന് ആളുകൾ എങ്ങനെ പറയും? കൊട്ടാരത്തിലുള്ളവർ പേടിക്കുകയാണ്. രാജാവിനോട് എങ്ങനെ പറയും കുഞ്ഞ് മരിച്ചു എന്ന്? അത്രത്തോളം കരഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ദാവീദ് എഴുന്നേറ്റ് കുളിച്ച് എണ്ണ പൂശി തൈലം പൂശി സുഗന്ധം ഒക്കെ ഇട്ട് വന്ന് ഭക്ഷണം കഴിക്കുക. ആളുകൾ വിചാരിച്ചു കൊച്ചു മരണപ്പെട്ടപ്പോൾ നമ്മുടെ രാജാവിൻ്റെ കിളി പോയതാണോ? ആയിരുന്നില്ല. ദാവീദ് പറയുന്നുണ്ട്, ഇനി ഞാൻ അവൻ്റെ അടുക്കിലേക്ക് പോകല്ലാതെ അവൻ എൻ്റെ അടുക്കിലേക്ക് വരത്തില്ലല്ലോ. ഇതിൻ്റെ അർത്ഥം ചില കാര്യങ്ങൾ എത്ര പ്രാർത്ഥിക്കുമ്പോഴും അതൊരു നിശ്ചയം തന്നെയാണ്. ദാവീദിനത് മനസ്സിലായി. ഡിനൈഡാണ്. ഈ ദാവീദ് രുചിച്ചതുപോലെ അത് വേറെ ആരും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഒരു പള്ളി വെക്കാൻ വേണ്ടി കമ്പി സിമെൻറ്റും മണലും ഇറക്കിയിട്ടിട്ട് ദാവീദ് എത്ര കാലം പ്രാർത്ഥിച്ചിട്ടുണ്ട് യെരൂശലേം ദേവാലയത്തിന് വേണ്ടി. തമ്പുരാൻ കണ്ണിച്ചോരയില്ലാതെ പറഞ്ഞു, എൻ്റെ പൊന്നു ദാവീദേ, നീ ചുമ്മാതെ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. നിൻ്റെ കൈ രക്തം ചൊരിയിച്ചതാ, നീ പള്ളി ഉണ്ടാക്കില്ല. അങ്ങനെ പറയല്ല കർത്താവേ, നീ ഉണ്ടാക്കില്ല. നിൻ്റെ മോനുണ്ടല്ലോ, ആര്? അദോനിയാവാണോ അതോ അമ്നോനാണോ? അല്ലല്ല, മറ്റേ കുട്ടി ഉണ്ടല്ലോ ശലോമോൻ, അവനുണ്ടാക്കും. ഇറക്കിയിട്ട കമ്പിയും സിമെൻറ്റും മണലും എല്ലാം ഒരുക്കി വെച്ച ദാവീദ്, അയാളുടെ ഏറ്റവും വലിയ പ്രാർത്ഥന മരിക്കുമ്പോൾ പോലും ബാക്കി നിന്ന ആഗ്രഹമാണ് പള്ളി. ഡിനേ ചെയ്യുക ദൈവം. തൻ്റെ കുഞ്ഞിൻ്റെ മരണം പ്രാർത്ഥന ഡിനേ ചെയ്യുകയാണ്. എല്ലാത്തിനും ഉത്തരം കിട്ടണമെന്ന് പറയരുത് കേട്ടോ. നമ്മുടെ ജീവിതത്തിലും ചില കാര്യങ്ങൾക്ക് നിങ്ങൾ എത്ര 10 പെരുന്നാളിന് നേർച്ച കൊടുത്താലും ഉത്തരം കിട്ടത്തില്ല. ഇങ്ങനെയൊന്നും ആരും പ്രസംഗിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ പ്രസംഗിക്കാവൂ. ചിലതിന് ഉത്തരവില്ല. ഒരു വെറുതെ കണ്ണടച്ചിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ ദാവീദ് ജീവിതത്തിൽ ദൈവം ഡിനൈ ചെയ്ത് സീൽ വെച്ച് കിട്ടിയ ആള് ദാവീദ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരനർത്ഥവും. എന്തിനാണ് നമ്മൾ എല്ലാ ദിവസവും ഈ ചങ്ങാതിയുടെ 150 സങ്കീർത്തനങ്ങളിൽ നിന്ന് സെലക്റ്റീവായിട്ടുള്ളതൊക്കെ വായിക്കുമ്പോൾ ഓർത്തോണം, ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടും കിട്ടാതെ പോയൊരു മനുഷ്യൻ നമ്മളോട് പറയുന്നുണ്ട്, എൻ മനമേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങരുത്. കൂരിരുൾ താഴ്വരയുണ്ട്, പക്ഷേ ഭയപ്പെടരുത്. അതിനായി സങ്കീർത്തനം ദൈവം തരുന്ന 3ാമത്തെ കാറ്റഗറി ഉത്തരവെന്ന് പറയുക ഡിനൈഡാണ്. അത് 3 ഒന്ന് പറയാമോ? ഒന്ന് എവിടെ ഇരിക്കുക? ഒന്ന് ഡയറക്റ്റ്. നിങ്ങൾ ഈ പണ്ട് സ്കൂളിൽ ലാസ്റ്റ് ബെഞ്ചായിരുന്നോലും ഇരിക്കരുത്. ഇവിടെ സാറിൻ്റെ കണ്ണി നോക്കുകയും സാറിനെ കളിപ്പിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, 3-4 പേർക്ക് കിട്ടിയാൽ മതി, വേറെ ഒന്നും എൻ്റെ വിഷയമല്ല. ഞാൻ ഇത്രയും ദൂരം വന്ന് ഈ വചനം പറയുമ്പോൾ 3-4 പേർക്ക് കിട്ടിയാൽ മതി. ഒന്ന് ഡയറക്റ്റ് ആൻസർ, 2 ഡിലേയ്ഡ് ആൻസർ, കിട്ടും താമസിക്കും, 3 ഡിനൈഡ് ആൻസർ, കിട്ടത്തേയില്ല, 4 ഡിഫറൻറ്റ് ആൻസർ. എന്താണ് ഡിഫറൻറ്റ് ആൻസർ? ചോദിക്കുന്നതായിരിക്കില്ല കിട്ടുക, വേറെന്തോ കിട്ടും. ഇല്ലേ? ഈ ഇരിക്കുന്ന നിങ്ങൾ തന്നെ പറ. ചിലതൊക്കെ അങ്ങനെ തന്നെയാണ്, ചിലതൊക്കെ അങ്ങനെ തന്നെയാണ്. ഈ സ്ത്രീകളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വിചാരിച്ചൊരു കെട്ടിയോനെയാണോ നിങ്ങൾ കിട്ടിയത്? പറയണമെന്നില്ല. നമ്മൾ വിചാരിച്ചൊരു ഭർത്താവിനെ തന്നെ കിട്ടി. ലോകത്തെ 90% പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവരുടെ സങ്കല്പത്തിലുള്ള പുരുഷനെയോ സ്ത്രീയോ കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾ വിചാരിച്ചത് കുഞ്ചാക്കോബാബൻ്റെ മീശയും അതേ ഷേപ്പുള്ള ഒരാളെയാണ്. ഇപ്പം കിട്ടിയത് ഏത് ഷേപ്പാണെന്നൊക്കെ ചോദിച്ചാൽ പിന്നെ മിണ്ടാതിരിക്കുകയാണ് നല്ലത്. പക്ഷെ ഇപ്പം തോന്നില്ല ഇതാണ് ബെറ്റർ എന്ന്. അയ്യോ ചോ. അപ്പം ഈ ആണുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്, അവർ ബലം പിടിച്ചിരിക്കുകയാണെങ്കിലും നിങ്ങൾ വിചാരിച്ചൊരു ഭാര്യയാണോ കിട്ടിയത്? കാവ്യമാധവൻ്റെ കണ്ണും മഞ്ജു വാര്യരുടെ ഊർജ്ജസ്വലതയൊക്കെ ഒരു ഐറ്റത്തിനെയല്ലേ ചിന്തിച്ചത്? ഇപ്പം കൂടെ ഉള്ളത് ഇത് രണ്ടും അല്ല, വേറെ ഏതാണെന്ന് നമുക്കൊട്ട് അറിയാനും പാടില്ല. പക്ഷെ ഇപ്പം തോന്നില്ലേ ഇത്തിരി ചൂടുള്ള അതിനകത്ത് തരാൻ വേറെ ചില വലിയ കാവ്യമാധവന്മാരായിരുന്നേ പറ്റുകയെല്ലാം തോന്നില്ലേ? ഇത് തന്നെയാണ്. ഇപ്പം ചില കുഞ്ഞുങ്ങൾ അവർ പ്രതീക്ഷിച്ചൊരു കോഴ്സ് എയറോനോട്ടിക്കൽ എഞ്ചിനീയർ എന്നൊക്കെ വലിയ വായിലെ സ്വപ്നം കണ്ടിട്ടൊക്കെ പോയിട്ട് കൊച്ചിപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തൊക്കെ എടുത്ത് ഒത്തിരി സങ്കടം വന്നു കാണും. പക്ഷെ പിന്നീട് അവൾ മനസ്സിലാക്കുന്നുണ്ട് ഇത് തന്നെയാണ് എൻ്റെ ഉത്തരം. ചില കാര്യങ്ങളൊക്കെ ആദ്യം നമുക്ക് കയ്പ് തോന്നിയിട്ടുണ്ട്, കുറേ കഴിയുമ്പോൾ മനസ്സിലായിട്ടുണ്ട് ഇത് തന്നെയാണ് ഉത്തരം. ഡിഫറൻറ്റ് ആൻസർ. സത്യമായിട്ടും ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളും ഞാനും ഒക്കെ ചോദിച്ചതല്ല,
വേറെ ചിലത് കിട്ടിയപ്പോൾ ആദ്യം സങ്കടം തോന്നുകയും ഇപ്പം ഫുള്ള് ഹാപ്പി അടിച്ചിരിക്കുകയും ചെയ്യുന്നവരല്ലേ? ആദിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ, അല്ലേ? അങ്ങനെയാണ് പഴയ പാട്ട്. പോട്ടെ, റോമർ 13:11 മറന്നു പോകല്ലേ. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. The night is far gone, the day is near. You know what time it is. എന്ത് സമയമാണിത്? രക്ഷ അടുത്തിരിക്കും. ഒരു സമയം ഇവിടെ പറഞ്ഞ് സമയത്ത് തന്നെ നിർത്താം. 1 എസ്റ്റിമേറ്റഡ് ടൈം, 2 എക്സിക്യൂട്ടിംഗ് ടൈം, 3 എലിമിനേറ്റിംഗ് ടൈം, പ്രതിഫലത്തിൻ്റെ സമയമെന്ന് കൂടെ പറയാം. ടൈം ഓഫ് റിവാർഡ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ വിശ്വാസത്തിൽ, എല്ലാ മതവിശ്വാസങ്ങളിലും ഹൈന്ദവ സഹോദരങ്ങൾ പറയുന്നുണ്ട്, കീഴിൽ ചെയ്ത ശുഭാശുഭ കർമ്മം മേലിൽ സുഖദുഃഖത്തിനു കാരണം. ഒരു പ്രതിഫലമുണ്ട്. നമ്മളും പറയുന്നുണ്ട് ഒരു സമയമുണ്ട്, എല്ലാത്തിനും ഒരു പ്രതിഫലം കയ്യിലുണ്ട്. സ്കൂളിലൊക്കെ പഠിച്ചവർക്കറിയാം, ഇപ്പോഴത്തെ പിള്ളേരല്ല, പഴയ ആളുകൾ ഏറ്റവും അവസാനം SSLCക്ക് നമ്മൾ എഴുതിയ പരീക്ഷ ഏതാ? SSLC പാസ്സായ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഏറ്റവും അവസാനം പണ്ട് SSLCക്ക് എഴുതിയ പരീക്ഷ ഏതാ? ഏത് വിഷയമാണ്? മാത്സാണ്, കണക്കാണ്. ഓർക്കുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് പരീക്ഷകളൊക്കെ എഴുതി വന്നതുകൊണ്ട് SSLC ഒന്നും അങ്ങനെ ഓർക്കത്തില്ല. കണക്ക് പരീക്ഷ അവസാനമാണ്. നമുക്കും ഈ പുസ്തകത്തിൽ ഒരു കണക്ക് പരീക്ഷയുണ്ട്. അതാണ് എലിമിനേറ്റിംഗ് ടൈം. ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ നിന്ന് പോക. അനുഗ്രഹിക്കപ്പെട്ടവർ, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നകത്ത് പ്രവേശിക്കാം. എലിമിനേറ്റിംഗ് ടൈം. പഴയ നിയമം അവസാനിക്കുന്നൊരു മലാഖി 4:1 ഇങ്ങനെയാണ്, ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വെളിപ്പാട് അവസാനിക്കുന്നത്, പുതിയ നിയമം അവസാനിക്കുന്നതും അങ്ങനെയാണ്. 22 അവസാന അധ്യായം 12 വാക്യത്തിലൊക്കെ, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഒരു ദിവസമുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ കുർബാനക്രമത്തിൻ്റെ അനുബന്ധത്തിൽ ഒരു ക്രിസ്ത്യാനി എല്ലാ ദിവസവും ഓർക്കേണ്ട 4 കാര്യങ്ങൾ അക്കമിട്ട് എഴുതിയിട്ടുണ്ട്. ആർക്കെങ്കിലും പറയോ? യെസ്. അമ്മച്ചിയുടെ പേരെന്താ? കുഞ്ഞമ്മ. കുഞ്ഞമ്മയല്ല, ഇത് വല്യമ്മയാണ്. ആ വല്യമ്മയല്ല, വലിയ അമ്മയാണ്. സ്വർഗം, മരണം, നരകം, ന്യായവിധി. 4 കാര്യങ്ങൾ ഒരു ദിവസമുണ്ട്. എനിക്കൊരു സ്വർഗം സാധ്യതയുള്ളതാണ്, എനിക്കൊരു നരകം അതും സാധ്യതയുള്ളതാണ്, എനിക്കൊരു മരണം അതും ഉള്ളതാണ്, ഒരു ന്യായവിധി. ജനിച്ച എല്ലാവർക്കും ഉണ്ട്. അതാണ് എലിമിനേറ്റിംഗ് ടൈം. അവിടെ അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയിലൊക്കെ എത്ര തവണയാണ് കർത്താവെ നല്ല അവസാനത്തിനും, മഴയില്ലാത്ത അവസ്ഥ അടക്കം നടക്കണമെന്നല്ല എൻ്റെ അർത്ഥം, 2ാം മരണത്തിൽ നിന്നുള്ള ഒഴിവാണ്. മാമോദീസയ്ക്ക് പൊടിക്കൊച്ചിനെ കൊണ്ട് കൊടുക്കുമ്പോഴും പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? കർത്താവെ, ഈ കിരീടം സ്വർഗരാജ്യത്തിൽ വെച്ച് വീട്ടിൽ പ്രാപിക്കണം, നല്ല അവസാനം പ്രാപിക്കുന്നവർക്കായി. അവസാനമാണ്, അവസാനം കിട്ടണം, നല്ല അവസാനം. കല്യാണത്തിന് ശുശ്രൂഷ നടക്കുമ്പോൾ ബിരിയാണിയുടെ മണം അപ്പുറത്തുനിന്ന് വരുമ്പോഴും അവിടെ ചൊല്ലുന്നത് അനശ്വരമായ വിരുന്നിനും അഴിവില്ലാത്ത മണവറയ്ക്കും. എല്ലാ കൂദാശകളിലും ഈ അവസാന ദിവസത്തെക്കുറിച്ച് ധ്യാനിക്കുന്നുണ്ട്. അത് ധ്യാനിക്കാത്ത ഒരു ദിവസവും ഒരു കൂദാശയുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഹാമാൻ ഒരുക്കിയ കഴിമരം ആർക്ക് തന്നെ? ഹാമാന് തന്നെ ആയി എന്നുള്ളതാണ്. ശിംശോൻ കണ്ണുകൊണ്ട് പാപം ചെയ്തു ദലീലയോട്, അവസാനം ശിംശോൻ്റെ കണ്ണ് തന്നെ കുത്തിപ്പൊട്ടിച്ചു എന്നുള്ളതാണ്. യാക്കോബ് അപ്പൻ ഇസഹാക്കിനെ ഇറച്ചിക്കകത്ത് സവാള വിതറിയിട്ട് അപ്പൻ്റെ അന്ധതയെ മുതലെടുത്ത മോനാണ് യാക്കോബ്, ഇസഹാക്കിൻ്റെ. ഈ യാക്കോബിനെ പ്രായമായപ്പോൾ 10 പിള്ളേരും കൂടെ പാലും വെള്ളത്തിൽ പണി കൊടുത്തു. അങ്ങനെയാണ് അബീമേലേക്ക് എന്ന് പറയുന്ന ന്യായാധിപൻ അവിടെ 9-ാം അധ്യായത്തിലുണ്ട്. സഹോദരങ്ങൾ 70 പേരെ കൊന്ന് തിരികല്ല് വെച്ച് കൊന്നു കളഞ്ഞ ആളാണ് ഈ പുള്ളി. അവസാനം ഒരു കല്ല് തലേ വീണിട്ടാണ് മരിക്കുക. അത്രയേ ഉള്ളൂ. ഹോശേയ 8:7 മാത്രം ഓർക്കുക.
കാറ്റു വിതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ. കാറ്റ് വിതയ്ക്കുന്നവർക്ക് ഒരു കൊടുങ്കാറ്റ് വരാനുണ്ട്, ഒരു പ്രതിഫലത്തിൻ്റെ സമയമുണ്ട്. അത് ഈ പ്രപഞ്ച ചലനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നൊരു തത്വമാണ്. എല്ലാത്തിനും പൊന്നു തൂക്കണ അളവിൽ എന്തോ കാത്തിരിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് ഒരുപക്ഷെ ഒടേ തമ്പുരാൻ കട്ട വെയിറ്റിംഗ് പറഞ്ഞാൽ നമ്മുടെ പിള്ളേർക്ക് കിട്ടും, ഒറ്റ സംശയമില്ല. ഒരു എലിമിനേറ്റിംഗ് ടൈം ഉണ്ടെന്നുള്ളത് മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് സിന്ദാബാദ് വിളിച്ച ആ മനുഷ്യനെ കർത്താവ് വിളിക്കുന്നൊരു മൂഢ. ഈ രാത്രി നിന്റെ പ്രാണനെ ഞാൻ ചോദിച്ചാൽ, ഈ മൂഢ എന്നയാളെ വിളിക്കുന്നത് എന്തിനാ? അയാൾ കൊയ്തതിനല്ല, അയാളെ ശേഖരിച്ചതിനുമല്ല, ഒറ്റ കാര്യത്തിനാണ്. ഏറിയ നാളത്തേക്കുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, അയാൾ കല്ലറ വരെ ഡിസൈൻ ചെയ്തു, കല്ലറയ്ക്കപ്പുറം ഡിസൈൻ ചെയ്തില്ല. നമ്മളും കല്ലറ ഇപ്പോഴേ ഡിസൈൻ ചെയ്തിട്ടേക്കാണ്, ഗ്രാനൈറ്റൊക്കെ കയറ്റി വെച്ചിരിക്കുകയാണ്, ഇനി എടുത്തങ്ങോട്ട് വെച്ചാൽ മതി, ഇപ്പോഴെങ്ങും. കല്ലറ വരെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നമ്മൾ, മാർബിളിൽ പേരൊക്കെ എഴുതി വെച്ചേക്കുക. പക്ഷെ കല്ലറ വരെ നമ്മൾ ഡിസൈൻ ചെയ്തു. കല്ലറയ്ക്കപ്പുറം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഡിസൈൻ ചെയ്യുന്നവനെയാണ് ജ്ഞാനി എന്ന് വിളിക്കുക. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കല്ലറയ്ക്കപ്പുറമുള്ള ഒരു ജീവിതത്തെ ഡിസൈൻ ചെയ്യുക. യെശയ്യാവ് 22:15 മറന്നു പോകരുത്. എടോ എന്നാണ് അവിടെ കൃത്യമായിട്ട് എടോന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എടോ, ദൈവം നിന്നെ തൂക്കിയെടുത്ത് ചുഴറ്റി എറിഞ്ഞു കളയും. ഒരു പ്രതിഫലത്തിൻ്റെ ദിവസമുണ്ട്. അതുകൊണ്ട് സമയം സമാഗതമായി, സകലരും അനുതപിക്കാൻ, സർവം സമർപ്പിക്കുവാൻ, സകലരും അണഞ്ഞിടുവിൻ. സമയം സമാഗതമാണ്, സമയം അടുത്തിരിക്കുന്നു. വെളിപ്പാട് 1:3 അവസാന പുസ്തകം. ദ ടൈം ഈസ് നിയർ. ഈ രാത്രി നമ്മളിങ്ങനെ 3 സമയത്തെക്കുറിച്ച് ചിന്തിച്ചു. ഒന്ന് എന്താണ്? ഒന്നുറക്കെ പറഞ്ഞേ, ഒന്നുറക്കെ പറയൂ. പ്രതീക്ഷിക്കുന്ന സമയം, എസ്റ്റിമേറ്റഡ് ടൈം. 2 ഉറക്കെ പറയൂ, പ്രവർത്തിക്കുന്ന സമയം, എക്സിക്യൂട്ടിംഗ് ടൈം. സാറ കുഞ്ഞുണ്ടായതിനെ കുറിച്ച് ഉൽപ്പത്തിയിലൊരു വരിയുണ്ടേ, ദൈവം പറഞ്ഞ അവധിക്ക് സാറ ഗർഭം ധരിച്ചു. എന്താ? ദൈവം പറഞ്ഞ. അപ്പോൾ 75 വയസ്സിൽ കുഞ്ഞുണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാമും സാറായും കൂടെ ഗൈനക്കോളജിക്കലി കണക്ക് കൂട്ടിയത് അവധി എത്ര മാസമാണ്? എത്ര മാസം? 9 മാസം. പക്ഷെ ദൈവം പറഞ്ഞ അവധിക്ക് സാറ ഗർഭം ധരിച്ചു എന്ന് നമ്മൾ വായിക്കുമ്പോൾ 75 വയസ്സിൽ പറഞ്ഞിട്ട് കുട്ടിയെ കിട്ടിയത് എത്ര വയസ്സിലാണ്? 100 വയസ്സിൽ. എത്ര വയസ്സിലാണ്? അപ്പം ദൈവം സാറായ്ക്ക് കൊടുത്ത പ്രഗ്നൻസി പീരീഡ് എത്ര വർഷമാണ്? പറയ്. 25 വർഷം. അതിൻ്റെ അർത്ഥം സീരിയൽ പോലെ സാറ 25 വർഷം ഗർഭിണിയായി എന്നുള്ളതല്ല, മറിച്ച് മനുഷ്യൻ്റെ അവധിയായിരുന്നില്ല ദൈവം കൊടുത്ത അവധി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ നടത്തിപ്പുകളുടെ മേൽ ദൈവം ഇട്ടിരിക്കുന്നൊരു അവധി നമുക്കറിയില്ല. ബിയോണ്ട് അവർ ഇൻ്റലിജൻസ്, ബിയോണ്ട് അവർ ബ്രെയിൻ. അപ്പോൾ എസ്റ്റിമേറ്റഡ് ടൈമുണ്ട്, എക്സിക്യൂട്ടിംഗ് ടൈമുണ്ട്, മൂന്നാമത്തത് എലിമിനേറ്റിംഗ് ടൈമുണ്ട്. എലിമിനേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഈ ഐഡിയ സ്റ്റാർ സിംഗറൊക്കെ കാണുമ്പോൾ വലിയ വായിലേക്ക് അറിയത്തില്ല, അയ്യോ അവൾ ഔട്ടായിപ്പോയില്ല ചായ, അതാണ് എലിമിനേഷൻ. ചിലർ പുറത്തോട്ടും ചിലർ അകത്തോട്ടും. അപ്പോൾ ഈ 3 വാക്കുകൾ ഇവിടുന്ന് ഇത് കഴിഞ്ഞ് ഇത്തിരി ഭക്ഷണമൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കല്ല എല്ലാവർക്കും. അപ്പോൾ അതും കഴിച്ചിട്ട് കൈ കഴുകി പോകുന്ന കൂട്ടത്തിൽ ഈ കേട്ടത് ഇവിടെ കഴുകിയിട്ട് പോകാതെ മനസ്സിലൊന്ന് കൊണ്ടുപോവുകയും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചേർത്ത് വയ്ക്കുകയും ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ.